ഹായ് ഹലോ, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിട്ടില്ല. അപ്പം ഇന്ന് വീട്ടിൽ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ ഉള്ളത്, മൂത്ത സഹോദരി മക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ നോമ്പ് തുറക്കാൻ വരുന്ന കാര്യം. വീട്ടിൽ പറയാതെ എങ്ങനെയാണ് നോമ്പ് തുറക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് ഉമ്മാനെയും വാപ്പാനെയും വിളിച്ചു പറഞ്ഞു, എൻ്റെ മക്കളും അവളുടെ മക്കളും ഇന്ന് അങ്ങോട്ട് നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിള്ളേർ രാവിലെ പോയി, അവളുടെ പിള്ളേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഉമ്മയും വാപ്പയും അവർ മാത്രമേ നോമ്പ് തുറക്കാനുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഉമ്മയും വാപ്പയും നിൽക്കുകയാണ്. സമയം ലേറ്റായിട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6 മണിയായിട്ടുണ്ട്. അതെൻ്റെ ഒരു മെഡിസിന് അരുണിൻ്റെ കയ്യിലായിരുന്നു. അരുൺ ഇന്ന് കൊടുങ്ങല്ലൂർ പിന്നെ ഭരണിപ്പാട്ട് പാടാൻ പോവുകയല്ല കേട്ടോ, ഓർഡർ പോകാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിലായിപ്പോയി എൻ്റെ ഒരു മെഡിസിൻ. എന്ന് വെച്ചാൽ കയ്യിലായിപ്പോയി എന്നല്ല, വരുന്ന വഴിക്ക് അവൻ മേടിക്കണം. അപ്പോൾ ഓനോട് അതെനിക്ക് കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഓൻ്റെ വണ്ടി ഒന്ന് ഡ്യൂട്ടിക്കുമാണ്, വണ്ടി ആൾട്ടായിട്ടാണ് ഓന് ഓർഡർ പോകുന്നത് രാത്രി കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ലേറ്റായി പോയതാണ്. അപ്പോൾ ഓന് ഉള്ളേരി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളടുത്ത് പങ്കുവെക്കാനുള്ളത്. മകവാപ്പാക്ക് ഓർമ്മല്ല വരുന്ന കാര്യം. നോമ്പ് ഏട്ടത്തി ചോദിച്ചത് നമ്മൾ കൊടുത്തിട്ടാണോ എത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലേറ്റ് ആകുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് അവളെ കൂട്ടിയിട്ട് വേണം വരാൻ. എനിക്ക് അങ്ങനൊരു ഡ്യൂട്ടിയും കൂടി ഉണ്ട്. ഡ്രൈവർ ഇവർക്ക് എവിടെയെങ്കിലും പോകാനോ ഇതാക്കാനോ ഉണ്ടെങ്കിൽ ഇവര് ഒന്നാലും ബസ്സിന് കയറില്ല, ഞാൻ തന്നെ ചെന്ന് കൂട്ടണം. ഇപ്പൊ കൂട്ടലും കൊണ്ടാക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുള്ളത്. സമയം ഞാൻ പറഞ്ഞല്ലോ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉള്ളേരി അതൊന്നുണ്ടാവും. പെട്രോൾ അടിച്ചിട്ടില്ല, പെട്രോൾ അടിക്കണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട്. ഓക്കെ, അങ്ങനെ ഉള്ളിയേരെത്തി അരുണിനെ കണ്ടു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കാറിൻ്റെ വീലിന് കുറച്ച് കാറ്റ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ അവൻ തന്നെ മെക്കാനിക് ആയതാട്ടോ. ഒരു സ്ഥലത്ത് കയറ്റിയിട്ട് അവിടുത്തെ ചേട്ടന് വേറെ എന്തോ പണിയെടുക്കുന്നുണ്ട്, ഇവൻ തന്നെ കാറ്റ് നോക്കുകയാണേ. വണ്ടിപ്പണിക്കാരായാലും അങ്ങനെ ഒരു ഉപകാരമുണ്ട്, എല്ലാ വണ്ടിയുടെ ഡീറ്റെയിലും അറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൻ നോക്കി 4 വീലിനും കാറ്റൊക്കെ റെഡിയാക്കി തരിക കേട്ടോ. കാരണം വണ്ടി എടുത്ത സമയത്തെ ഒരു പാളിച്ച പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവനോട് പറഞ്ഞപ്പോൾ കാറ്റ് കുറവായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് കാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവൻ തന്നെ ആദ്യം നോക്കി. പിന്നെയെന്ന് വെച്ചാൽ അവിടുത്തെ ചേട്ടന് ഒക്കെ അവിടുത്തെ എന്തോ പണി കഴിച്ചതിന് ശേഷം ആ ചേട്ടനാട്ടോ ബാക്കി റെഡിയാക്കിയത്. അവന് ആ ചേട്ടനെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് നോമ്പ് തുറക്കാൻ സമയം അയക്കണ്ടല്ലോ, അതുകൊണ്ട് അവൻ തന്നെ നോക്കിയതായിരുന്നു. പിന്നെ ആ ചേട്ടൻ വന്നു, ആ ചേട്ടൻ നോക്കിയൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ. ടയറിന് കാറ്റടിക്കാൻ വന്ന് അപ്പോൾ
ആപ്പിൾ മേടിക്കുക. ഗുളിക കിട്ടിട്ടോ. ഓനതാ പോകുന്ന. അയ്യോ ഗൈസ്, നല്ല മഴയാട്ടോ. മഴയായിരുന്നു, ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. ഞാനേ വീഡിയോ തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ. അതിന് ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് റീടേക്ക് എടുക്കുന്നത്. എന്താണെന്നറിയോ, ഞാൻ നോമ്പ് തുറക്കാൻ പോകുന്നു എന്നുള്ളത് അങ്ങ് മാറ്റി നോമ്പ് നോൽക്കാൻ പോവുക. ഞാൻ എൻ്റെ വീട്ടിൽ ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് സമയമേ ഉള്ളൂ. ഞാൻ ബാലുശ്ശേരി എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് പരപ്പമ്പോയിൽ പോയിട്ട് മൂത്ത സഹോദരിനെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോകുമ്പോഴേക്കും ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമാവും. എല്ലാവർക്കും അറിയാലോ, നോമ്പിന്റെ ഈ ഒരു നോമ്പ് തുറക്കുന്ന ഒരു സമയത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. എങ്ങോട്ടാ മുത്താപ്പേ? അപ്പോ ഭയങ്കര ബ്ലോക്കും അതിൻ്റെ കൂടെ നല്ലൊരു അടിച്ചുപൊളി മഴയും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും റോഡ് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ പോവുക എന്നുള്ളത് നോമ്പ് നോൽക്കാൻ പോവുക എന്നുള്ളതായിട്ട് ബൈക്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും നോമ്പ് തുറക്കാൻ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ വണ്ടിയിൽ വെള്ളമുണ്ട്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഏട്ടത്തിൻ്റെ വിളിച്ചിട്ട് എനിക്കെങ്ങാൻ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ റോട്ടുമൊന്നും മേടിച്ച് തരേണ്ടി വരുമെന്നും പറഞ്ഞിട്ട്. അപ്പോ ഇപ്പൊ ബാങ്ക് കൊടുക്കും, എന്താവോ എന്തോ. ഏതായാലും വീട്ടിൽ പോയി നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. എന്തെങ്കിലും കിട്ടിയാലായി. ഓക്കെ, പത്തിരി കോഴിക്കറി വേണ്ട കേട്ടോ, എനിക്ക് വേണ്ട. ഫാനിൻ്റെ എന്തിനാ? AC തന്നെ കേട്ടോ. ബാലുശ്ശേരിക്കൊക്കെ എന്ത് മഴ മോളെ. എന്താക്കും 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 എന്താ പോളെന്താ? ഹലോ വച്ചോളൂ. നോമ്പൊക്കെ തുറന്ന് വാപ്പ മോനൊക്കെ തറാവിക്ക് പോയി. ഓല് വന്നതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ പോയതാട്ടോ. പുറത്ത് കറങ്ങാൻ പോയതെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ്റെ തന്നെ ഒരു ഷോപ്പാണ്. അവർ റമദാൻ മാസം ആയതുകൊണ്ട്, റമദാൻ മാസം എന്താണെന്നറിയില്ല, എല്ലാവർക്കും വയറ്റിനെന്തോ ഓട്ടമുള്ള മാസമാണെന്ന് തോന്നുന്നു. നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് സാധനവും വിൽപ്പനയ്ക്ക് വെച്ചാൽ ചിലവായി പോകുന്ന ഒരു നാട്ടിലാട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ. വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇത്. എന്ന് വെച്ച് ഞാനും തിന്നുന്നുണ്ട് കേട്ടോ, തിന്നായൊന്നുമില്ല. ഇതൊന്ന് ഫ്രഞ്ച് ഫ്രൈസാണ് മേടിച്ചത്, ലോട്ട് ഫ്രൈസ്.
പിന്നെ ക്രാബുമാണ് മേടിച്ചത്. ക്രാബിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. അപ്പം ഞാനുണ്ട്, സിസ്റ്ററുണ്ട്, മോനുണ്ട്, വാപ്പയുണ്ട്, സിസ്റ്ററുടെ മക്കളുണ്ട്, മോളുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടത്തിൻ്റെ മോനും ഉണ്ടായി അവിടെ. അവനായിരുന്നു ഓൾ ഇൻ ഓൾ ഒക്കെ നോക്കി നടത്താൻ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തന്നെ ഒരു കസിൻ്റെ ഷോപ്പാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ തന്നെയായി അവിടെ ഉള്ളത്. എന്ത് ട്രയൽ നോക്കണം, ഏത് ട്രയൽ നോക്കണം എന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി. അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു വയറ്റിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഏട്ടത്തി മേടിച്ചൊരു സംഭവം എന്തോ ഒരു സാധനം, എനിക്ക് പേരൊന്നും പറയാൻ അറിഞ്ഞൂടാ. അത് ട്രയൽ ചെയ്ത് നോക്കി. മൺചട്ടിയിലൊക്കെ ആയിട്ട് ഭയങ്കര ഹൈപ്പിലൊക്കെ ആട്ടോ തന്നത്. അപ്പോൾ അത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുലുക്കി സർബത്ത്. എന്തിനും ഒരു കലയുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ഈ കുലുക്കി സർബത്ത്. ആ ഒരു പയ്യന് ഭയങ്കരമായിട്ട് എനിക്കൊരു ഭംഗി തോന്നി. നമ്മൾ എന്തിനേയും ഒരു കലാരൂപത്തിൽ കാണുക വെച്ചാൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നത് അത് സത്യമുള്ളൊരു സംഭവം തന്നെയാണ്. എത്ര ലോങ് നിന്നാണെന്നറിയോ ഈ പയ്യൻ ഇതൊക്കെ ചെയ്യുന്നത്. അതിനേക്കാട്ടിലപ്പുറം ഇത് കുലുക്കിയിട്ട് കുലുക്കിയാണെങ്കിൽ ഭൂമി ഒലുങ്ങുന്നത് പോലെ തന്നെ പറയാം. അച്ചാതിയിട്ട് തല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഗ്ലാസ് 4 പൊട്ട് പൊട്ടിയെന്ന്. പക്ഷേ ഗ്ലാസ് പൊട്ടിയിട്ടൊന്നുമില്ല. പ്രതീക്ഷിച്ചിരുന്നു പൊട്ടുമെന്ന്, പക്ഷെ പൊട്ടിയില്ല കേട്ടോ. ഈ പയ്യന് കുലുക്കുന്നത് കണ്ടപ്പം ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും നമ്മൾ എന്തിലും ഒരു കലയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഏതൊരു ജോലിയും എൻജോയ് ചെയ്ത് നമ്മൾ ചെയ്യുക വെച്ചാൽ അത് നമുക്ക് മടുക്കൂല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാട്ടോ ഈ പയ്യന്. കാരണം ഞങ്ങൾ മേടിച്ചതിൻ്റെ പുറകെ വേറെ ആൾക്കാർ മേടിച്ചപ്പം ഇതേ രീതിയിൽ തന്നെയാണ് അവനൊരു സ്റ്റെപ്പ് പോലും മുടക്കാതെയാണ് ഇങ്ങനെ കുലുക്കി സർബത്ത്. അതിനാണല്ലോ കുലുക്കി സർബത്ത് എന്ന് പറയുക എന്നുള്ള കമൻറ്റ് ഞാൻ ഏതായാലും ഇവിടെ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഇത് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് അതിനേക്കാട്ടിലും വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഏതായാലും ആ പയ്യൻ കഷ്ടപ്പെട്ടതിന് നല്ല ഫലമുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ആ ഒരു കണ്ണിൽ നോക്കിയത് കൊണ്ടാണ്. വെറുതെ നമുക്ക് ഈ പറഞ്ഞതുപോണം സർബത്തും ഒരു ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് തരികയാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഏതോ ഏതായാലും ഞാൻ ട്രയൽ ചെയ്ത് നോക്കി, മോൻ ട്രയൽ ചെയ്ത് നോക്കി. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോയതാണ് ഉപ്പിലിട്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എവിടെ കണ്ടാലും ഞാൻ മേടിച്ച് കഴിക്കും. അപ്പോൾ പിന്നെ ഓരോരുത്തരായിട്ട് ലിസ്റ്റ് പറഞ്ഞ് ആര് എന്ത് മേടിക്കുകയാണെങ്കിലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ ഒന്നും ഹെൽത്ത് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ ലിസ്റ്റ് പറയുകയാണ്. അപ്പോൾ പിന്നെ ഓരോരുത്തർക്ക് ഓരോന്ന് മേടിച്ചു കൊടുക്കുക. മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു, പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഒരു സാധനമായിട്ടോ മേടിച്ചത്. അപ്പം ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ കാണുമ്പം വായിൽ വെള്ളം വരുന്നുണ്ട്. ഉപ്പിലിട്ടത് കാണുമ്പോഴുള്ള ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അതെനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ മോൻ പരാതി പറഞ്ഞതാട്ടോ അത്. ഓനോട് മാത്രം എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല, അവിടെ ഫുള്ള് പാട്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് പിന്നെയും അത് ഡിലീറ്റ് ചെയ്ത് പിന്നെയും ഡൗൺലോഡ് ചെയ്ത് കളിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കത്തിന് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് വേറൊരു പരീക്ഷണം. എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല. ഗർഭം കലക്കിയുണ്ടോല്ലേ, മോര് സോഡ ഉണ്ട്, നമ്മുടെ ബുൾച്ചാർ സോഡ, നമ്മൾ പണ്ടൊരിക്കൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനമാണ്.
അപ്പോൾ ഇത് കുടിച്ചപ്പോൾ പൊന്നാര മക്കളെ കിളി പോയി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് കമൻറ്റിന് വന്നത് പൂതി മാറിയില്ലേന്ന് ചോദിച്ചിട്ടാ. സത്യം പറയാം, അതോടുകൂടെ എൻ്റെ ഒരു കിളി പറന്നു പോയിട്ടുണ്ട്. ആ കിളി പിന്നെ കൂട്ട് കയറിയില്ല കേട്ടോ. അമ്മാതിരത്തെ ഒരു സംഭവമായിരുന്നു. കണ്ണൊക്കെ ചോന്നു പോയി സത്യം പറയാച്ചാൽ. എന്നാലും എൻ്റെ മോൻ ഇതൊന്നും വിഷയമല്ലാതെ ഓൻ കുടിക്കുകയും ചെയ്ത് കിട്ടോ. പക്ഷേ നമ്മൾ എല്ലാ സാധനവും ട്രയൽ ചെയ്ത് നോക്കി എന്നല്ലാതെ ഈ പറഞ്ഞതുപോണം ഒരാൾ ഒരു സാധനം ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം പറ്റൂല നമ്മളെ കൊണ്ട്. എല്ലാ സാധനവും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഐസ്ക്രീം പിന്നെ എനിക്ക് മധുരം വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതും അവിടെ വെച്ച് നിർത്തി. അങ്ങനെ എല്ലാ കലാപരിപാടികൾക്കും ശേഷം ഇനി ബില്ല് ചെയ്യുക എന്നുള്ളൊരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് എന്നോട് പൈസ മേടിക്കാൻ ഭയങ്കര ഒരു ചടപ്പ് പോലെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തന്നെ ഷോപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട, ചിറ്ററിച്ചടാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്ററിൻ്റെ മോനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുകയാണേ. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്ഥലത്ത് വാപ്പ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സ്ഥലം എന്ന് വെച്ചാൽ ഐസ്ക്രീമൊക്കെ ആയിരുന്നു. അത് പിന്നെ വാപ്പ പൈസ കൊടുത്തു. അവർക്ക് വാപ്പനെല്ലാം കൂടി മുക്കിയിട്ടാണ് അവർ ഐസ്ക്രീം മേടിച്ചത്. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയതാണ്. ഇത് പോയത് തന്നെ പോരല്ലോ, ഏതൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അത് വല്ലാത്തൊരു സംഭവം തന്നെ. ഇത് കഴിക്കുക എന്നല്ലാതെ കഴിച്ച സാധനത്തിൻ്റെ ലിസ്റ്റ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ കഥയും പറഞ്ഞു, അവിടുത്തെയും ബില്ല് തന്നു. അപ്പം ഇതും ചെയ്തു കേട്ടോ. ഇതെല്ലാം ലാസ്റ്റിലേക്ക് വെച്ചതാണ്. എല്ലാവരും എന്നതിന് ശേഷം വരിയായിട്ട് എത്ര കഴിച്ചു എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തടുത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഓരോരോ സ്ഥലത്തുനിന്നും പോയിട്ട് ഓരോരോ പേയ്മെൻറ്റ് ചെയ്തതാണ്. ഒരു കണക്കിന് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു മനസ്സിനൊക്കെ ഒരു റിലാക്സ് ആണല്ലോ പിള്ളേരെയും ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ലൈഫിൽ നമുക്കെപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളല്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷം തരുന്നതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് മൂന്നാമത്തെ ബില്ലും ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്ന സമയത്ത് തന്നെ ഒരുപാട് ലേറ്റായി കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരിനെ വീട്ടിൽ കൊണ്ടുവച്ചാക്കി. അവളെ വീട്ടിൽ കൊണ്ടുവച്ചാക്കിയതിന് ശേഷം തിരിച്ച് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ മൂന്നാമത്തെ സ്ഥലത്തും കൂടി ബില്ല് ചെയ്ത് എൻ്റെ പരിപാടി ഞാൻ അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. ഇനി ആരോടും ഒരു സാധനത്തിനും മിണ്ടരുത്, മിണ്ടിയാ ഓട്ടിച്ചിട്ട് തല്ലുമെന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും താമരശ്ശേരിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ നല്ലൊരു നമുക്ക് ഒരു എന്താ പറയുക, ഓരോരോ വൈബാണല്ലോ, അതിന് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. മക്കളെ തിരിച്ചു വീട്ടിലെത്തി. 12:45. 10 മണിക്കല്ലേ പോയേ? 10 മണിക്ക് പോയത്. 10 മണിക്ക് പോയി 12:45 തിരിച്ചെത്തി. എത്തിയില്ലേ? 1 2 3. എനിക്ക് തോന്നി എന്തായാലും പോന്ന്, അതാ പിടിച്ചു നിൽക്കൂടാ. അപ്പോ ഇവനെ വയറ് വാടകയൊക്കെ എടുത്തിട്ട് വയറ് വാടകയൊക്കെ എടുത്തിട്ടാണ്. മറ്റു വേലപ്പുറം പോകാൻ മുതലാവില്ല. എന്നെ മുക്കി, വാപ്പനെ മുക്കി, അതിന്റെ മുമ്പ് പള്ളി പോയിട്ട് മുക്കി. പള്ളി പോയിട്ട് മന്തി കഴിച്ചിട്ട് വന്നതാ. വാപ്പ പറഞ്ഞ മന്തിയാണെന്ന് ഇവന് കപ്സയായി. ആര് ഏത് പള്ളിയിലാ പോയത് എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഉണ്ടാക്കിയോല് വേറെ കപ്സയാണ്. വാപ്പ ഇവിടെ വന്ന് പറഞ്ഞ മന്തിയാണെന്ന്. ഏതാന്നുള്ളത് കൺഫ്യൂഷൻ വരൂ. മയോണീസും ഇതെല്ലാം കൂടി ആയപ്പോ എന്നെ തോന്നിക്ക് എന്താന്ന് തമ്പുരാൻ അറിയാം. ഏതായാലും ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം
ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ഫുഡല്ല എന്തൊക്കെ ഫുഡല്ല കുടിച്ചാണ് മെയിനായിട്ട്. മേലോട്ട് ഏമ്പക്കം വന്നിട്ട് ഏമ്പക്കം ചക്കയാണോ വന്നില്ല. മാങ്ങയാണോ എന്താണ് എന്തിന്റെ ടേസ്റ്റ് ആണ് വരുന്നതെന്ന് അറിയില്ല. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റും. അപ്പോ സ്ക്രീൻ ഫുള്ളാക്കണ പൊട്ട ഇത്ര ഇരിക്കണോ? 4 കുത്തി ഉണ്ടാവും. ഭയങ്കര ഇതാ ക്യാമറമാൻ. അപ്പം എന്നിട്ട് ഏട്ടത്തിനെ വീട്ടിലാക്കി. ഏട്ടത്തിൻ്റെ സന്താനം ഞങ്ങളുടെ കൂടെ പോന്നു. ഒരു സന്താനം അവിടെ ഉണ്ടായിരുന്നു. ഒരു സന്താനം സ്റ്റാഫ് എൻ്റെ കസിൻ്റെ ഷോപ്പാട്ടോ അത്. അപ്പോൾ സിസ്റ്ററുടെ മകനാണ് അവിടെ നോക്കി നടത്തുന്നത്. അപ്പൊ അവന് ലോഡ് മുക്കി എന്ന് പറയാ. പകുതി ബില്ല് അവൻ കൊടുത്തിട്ടുണ്ട്, പകുതി ബില്ല് ഞാനും കൊടുത്തിട്ടുണ്ട്, ഭാഗം ബില്ല് വാപ്പയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പകുതിയും കാലും 1.25 പോയില്ലേ. ഭാഗം വാപ്പയും കൊടുത്ത് ഭാഗം സിസ്റ്ററുടെ. എല്ലാരും മുക്കി പറയുന്നേനെന്താ, എല്ലാരും മുക്കി. അപ്പൊ അതെല്ലാം കൂടി കഴിച്ചിനി ഒന്ന് വാവാവോ ചാച്ചണം. ചോറിനോ ഇനിയോ ഇവന്റെ പള്ളയിൽ കൊക്കപ്പുഴു അല്ല കൊക്കപ്പാമ്പാ. നോമ്പോൽക്കുന്നാണ്. എടാ നോമ്പ് വിൽക്കാൻ ഇപ്പൊ നീയത്തങ്ങ് വെച്ച് കിടന്നെന്തോ തിന്നിട്ടങ്ങ് കിടന്നോ. ഇനി 4 എണീക്കാൻ നിക്കണ്ട. കുറച്ച് വെള്ളം കുടിച്ച് തമ്പുരാനറിയാ. ഞാൻ എന്തോ ഭാഗ്യത്തിന് 25 ദിവസം ജീവിച്ചിരിപ്പുണ്ട്. ഇനി 5 ദിവസം കൂടിയും ബാക്കിയുണ്ട്. എനിക്കിട്ട് ട്രോളാണ്, തിന്നാനാവില്ല, തിന്നേന് കക്കാൻ. നിങ്ങളെല്ലാരും വീഡിയോ കണ്ടിക്കല്ലോ. ഞാൻ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മുഴുവനോ തിന്നത് ഇവനാ. വേറെ ആരും അങ്ങനെ തിന്നിട്ടേ ഇല്ല. സിസ്റ്റർ ആണെങ്കിലും സിസ്റ്ററുടെ മകളാണെങ്കിലും. എന്തിനാണ് പോയേ? തിന്നാൻ. ഞാനത് കാണാന്. ഞാൻ തിന്നാനാ പോയേ? ഞാനത് കാണാനാ പോയത്. അതിനോട് തിന്നണോ? അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടിക്കില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത എല്ലാ സാധനവും ഇവന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അന്നപ്പോ എല്ലാം ടേസ്റ്റ് ചെയ്യാനായില്ലേ? എക്സ്പ്ലോർ ചെയ്ത് അടുത്ത 3/4 ഭാഗം ഞാൻ വാങ്ങിക്കി. അതിലെന്തോ വാങ്ങാൻ വിട്ടുവയ്ക്കോ? മൊജീറ്റോ വാങ്ങി, ഗർഭം കലക്കി വാങ്ങി, മോര് സോഡ വാങ്ങി. എന്താ വാങ്ങാൻ വിട്ടുവയ്ക്ക? നീയാ ഒന്നുമില്ലല്ലോ. എല്ലാ സാധനവും ടേസ്റ്റ് ചെയ്ത്. ആകെ ഐസ്ക്രീം ബാക്കിയില്ല, അതും വാങ്ങി. എല്ലാം കൂടി ഞാൻ വാള് വെക്കുന്ന അവസ്ഥയിലോ. ചിക്കൻ ലോലിപോപ്പ് വാങ്ങണ്ടേ? മേടിച്ച് ലോലിപോപ്പ്. പിന്നെ തീ അണച്ചോണ്ട് സീന് പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസ് തന്നെ. ഞാൻ രണ്ടാമതും ഫ്രഞ്ച് ഫ്രൈസും ക്രാബൊക്കെ മേടിച്ചെടുക്കുന്ന രണ്ടാമതും ഇത് മേടിക്കാൻ പോയിട്ടുണ്ടായി. അപ്പം ഒരു ഗ്യാസ് ഓഫ് ചെയ്ത് 11:45 അപ്പം പിന്നെ ബാക്കി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായി, അതുകൂടി മേടിച്ച് കഴിച്ചു. അത് ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. അത് ഞാനും വാപ്പിയും ഇവനും കൊടുക്കും കേട്ടോ. എല്ലാത്തിലും പഞ്ചാബി ഹൗസിൽ ദിലീപുള്ളതിന്റെ മാതിരി എല്ലാത്തിലും ലാസ്റ്റിന് വരുന്നുണ്ട്. അതപ്പോ തലയിടണോ? ഇവനുള്ളത് കൊണ്ടാണ് ഓടിപ്പോയത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇന്നൊന്നും പോസ്റ്റ് ചെയ്യില്ല, നാളെ. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇപ്പം ചെറിയൊരു മലയോര മേഖല, ഒരു കുന്നിന്റെ മുകളിൽ നിറയേണ്ട വീട് കഴിഞ്ഞിട്ടാട്ടോ കുന്നുള്ളത്. വയനാട്ടിലേക്ക് 30 കിലോമീറ്റർ അങ്ങനെയല്ലോ, 30-35 അത്രേ ഉള്ളൂ. അപ്പൊ വയനാട് വേറെ ജില്ല കേട്ടോ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. വയനാട് വേറെ ജില്ലയാണ്. പക്ഷെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ഏരിയ എന്ന് വെച്ചാൽ ഒരു മലയോര മേഖലയാണ്. സംശയം കുന്നരി കാണിച്ചെടുക്കൂല. ഓൻ ഇനി ഫോൺ കൊണ്ട് പോയിക്കോ. ശശിയേട്ടൻ്റെ അവിടെ പോയിട്ട് അങ്ങോട്ടും കയറാനല്ലേ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം പണ്ട് എന്ന് പറയണ്ട, എൻ്റെ സ്കൂൾ സമയം. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ 2 വഴിയല്ല, ഒരുപാട് വഴികളുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ ഒരു കുന്നുണ്ട്, പറാങ്കുന്ന് എന്ന് പറയും. എടാ നമ്മളിപ്പോ റോഡില്ലേ, എന്നാണെന്ന് ചോദ്യം ചെയ്യുന്നല്ലേ.
അവിടെ അത് പറയാങ്കുന്ന് എന്നാ പറയാ. പക്ഷെ ആ റോഡ് അവിടെ അല്ലായിരുന്നു. മറ്റേ പൊയിലില്ലേ, പൊയിലിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു എട്ട വഴിയേ ഉള്ളൂ. അപ്പം ഈ പറയാങ്കുന്ന് കയറണം, അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറൊരു നമ്മൾ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ കോറിയുള്ള ഏരിയ ആണ്. അപ്പം ഇവിടെയൊക്കെ എന്ത് റോഡ് കെട്ടുകയാണെങ്കിലും എങ്ങനെ കെട്ടുകയാണെങ്കിലും കരിങ്കല്ല് കൊണ്ടാണ് കെട്ടുക. അപ്പോൾ അത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയതാണ്. അപ്പം മഴയില്ലാത്ത സമയത്ത് ഞങ്ങൾ പറയാങ്കുന്ന് അല്ല ഈ ഒരു കുന്ന് കയറും, മഴയുള്ള സമയത്ത് പറയാങ്കുന്ന് കയറലാണ്. മഴ ഉള്ള സമയത്ത് ആ കുന്ന് കയറാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു കിണറ് നിറഞ്ഞ് തൂത്തിട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് ഒരു ആദ്യം ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും, പിന്നെ അത് സ്റ്റെപ്പ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് റോഡുമ്മ കൂടെ ഇത് പോയിട്ട് വയലിലേക്ക് എത്തുക ചെയ്യാം. അപ്പോൾ സ്ലിപ്പാവുമെങ്കിലും നല്ല രസമാണ് കേറാൻ. പക്ഷെ ഇപ്പൊ ആടാ കുറെ വീടും ബിൽഡിങ്ങും ഒക്കെ വരിക, എന്തോ ഫ്ലാറ്റ് കേട്ടാതൊന്നും ഇവൻ എന്റെ കൂടെ സ്കൂളിൽ പോന്നിക്കുന്നു. ഞാനും പോലുണ്ട്. ഈ അടുത്ത് വന്ന ആളെ വീടൊക്കെ ആടെ വീടൊക്കെ ഈ അടുത്ത് വന്നതാണ്. എന്നിട്ട് നമ്മളെ കാണാത്തൊന്നല്ലോ, വലിയ പാറന്റെ ഉള്ളിൽ കൂടിയാണ് വെള്ളം ചാടുക. അപ്പൊ ആദ്യ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പോവുകയും ഇതാക്കിയൊക്കെ ചെയ്യും. സ്ലിപ്പാവുമെങ്കിലും ഞങ്ങൾ ആ ഒരു കയറ്റം കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ ഒരു 3 ആള്, പിന്നെ പെൺകുട്ടികൾ 3 ആളാണ് ഉണ്ടാവുക, ആൺകുട്ടികൾ 2-3 ആൾക്കാർ ആൺകുട്ടികളുണ്ടാവും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ജാഥ പോകുമ്പോലെ ബൈ വൺ ആയിട്ട് പിടിച്ചിങ്ങനെ കയറുക ചെയ്യാം. ഇമ്മയൊക്കെ ഒരുപാട് അന്നൊന്നും വീണിട്ട് കൈ മുട്ടൊരിഞ്ഞാലും കാലൊരിഞ്ഞാലും ഒന്നും നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. പിറ്റേന്നും അതേപോലെ വലിഞ്ഞു കയറും. അതിലൊന്നും ആരും പോകില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് എന്ത് സുഖമായിന്നറിയോ. ഒരു വൈക്കലിച്ചാൽ നേരെ താഴെ എത്തുക, സ്റ്റെപ്പിന്റെ മുകളിൽ കൂടിയ. അതാണ് സുഖം. അതിനോടാണ് ദിവസം ഇങ്ങനെ പിള്ളച്ചാച്ചണ്ടി എന്ന് പറയാൻ പാടില്ലെങ്കിൽ അതെല്ലാം കൂടി താഴേക്ക് എത്തുമ്പോഴേക്ക് എഞ്ചിന് വിട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞതിൻ്റെ അതിരിയാവും. അപ്പം അങ്ങനത്തെ. അപ്പം ഇനി നാളെ ചേട്ടനെ കുന്ന് കയറിയിട്ട് ഇവൾക്ക് കാണിച്ചു കൊടുക്കുക. മഴയുള്ള സമയത്ത്, കഴിഞ്ഞ മഴയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്താണ് ഉമ്മ പറയുന്നത് ആ വെള്ളച്ചാട്ടമൊന്നും അവിടെ അല്ല, അവിടെ ഉമ്മ പറഞ്ഞ്. ഇനി പറഞ്ഞതിന് ശേഷം ഞാൻ ഇവന് പറഞ്ഞ സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ കമ്പനിക്കാരന് ആ കുന്നിന്റെ മുകളിലാട്ടോ. അപ്പൊ ഞങ്ങള് എപ്പോ പോയാലും കേറലുണ്ട്, ആദ്യം കേറലുണ്ട്, വെള്ളം എല്ലാം പോകും കുളിക്കാൻ. ശശിയേട്ടന്റെ മോനെ എന്റെ കമ്പനിക്കാരനല്ലേ. അപ്പൊ എന്റെ കമ്പനിക്കാരനെ പോരല്ലേ. അതാകെ ലാസ്റ്റ് വീട് ശശിയേട്ടന്റെ വീടാ. ശശിയേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചേട്ടൻ കേട്ടോ. അപ്പം വലിയൊരു കുന്നിന്റെ മുകളിൽ അങ്ങോട്ട് കേറാൻ തന്നെ പേടിയാവും. ഈ നമ്മുടെ ഈ വീടിന്റെ റോഡ് കുറച്ചുകൂടി മുകളിലോട്ട് വീട് ഒരു തുടങ്ങുന്നത് റോഡാണെങ്കിലും അവസാനിക്കുന്നത് ഒരു ഇട പോലത്തെ ഒരു ഇട പോലെ. ലാസ്റ്റ് വീട് അവരുടെ വീടാണ്. അവിടെ കാപ്പിയും മറ്റേ കൊക്കോ, ഇവനെപ്പോഴും കൊക്കോ കൊണ്ട് കൊടുക്കും ചേട്ടൻ്റെ മോന്. കൊക്കോ ഒക്കെ എല്ലാവർക്കും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ, പക്ഷെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ആരെങ്കിലും കൊക്കോ കഴിച്ചില്ല എന്ന് ഇവിടുന്ന് ആരെയും കൊക്കോ കഴിച്ചില്ല എന്നത് ഒന്ന് മാമന്. പിന്നെ ആരോ ഒരാള് വീടിന്റെ താമസമുള്ള ആ ഒരു സമയത്ത് കൊക്കോ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ മോനെ അവിടുന്ന് കൊക്കോ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ റേഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു തന്നത്. കാപ്പി ഇവിടെയുണ്ട് കേട്ടോ. ആ കാപ്പി ഇവിടെയുണ്ട്, നല്ല കാപ്പി. അപ്പോൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ടേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ റേഞ്ച് ഇപ്പം നിലവിൽ കിട്ടും, പക്ഷെ നമുക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനോ മോനെ റീൽ കാണാനും ഗെയിം കളിക്കാനൊക്കെ ഉണ്ട്. ഹോട്ട്സ്പോട്ട് കളിക്കാനില്ല. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ടേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമുള്ള വീഡിയോസ് ആയിരിക്കും ഇത്. തലേ ദിവസം പറഞ്ഞാല് ഇതാ വരിക ഇന്ന് 12 മണിയായി. ഇന്ന് 14 വീഡിയോ ആണ്, പക്ഷെ ഇന്ന് 15-നാണ് പോസ്റ്റ് ചെയ്യുക. 15 ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ 16 ഇല്ല, നാളെ പോയാൽ ഞാനത് ഇന്ന് പോയാൽ ഞാനത് പോസ്റ്റ് ചെയ്യും.
അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ഏത് സലീമെന്ന് നിന്റെ വന്ന സലീം